പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിൻ്റെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ദൈവവചന പഠനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഈ ലൈവിലൂടെ സംഗമിക്കുവാൻ കർത്താവ് അവസരമൊരുക്കുന്നതോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രൈം മിനിസ്ട്രിയുടെ അനുഗ്രഹീതനായിരിക്കുന്ന ഫൗണ്ടർ ആൻഡ് ചെയർമാൻ, അപ്പോൾ തന്നെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായും സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനനായിരിക്കുന്ന ദേവദാസൻ തോമസ് ചെറിയൻ അവറുകൾ, അതുപോലെ തന്നെ ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹമേറിയിരിക്കുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, ഈ ക്ലാസ് ലൈവായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ലോകരക്ഷിതാവായിരിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പിന്നെയും നമുക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം പതിവ് പോലെ ചൊവ്വാഴ്ച രാത്രി 9:30 മുതലുള്ള സമയം ദൈവവചന പഠനത്തിന് വേണ്ടി കർത്താവ് നമുക്ക് സമയം വേർതിരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മുതൽ മറ്റൊരു പുതിയ എപ്പിസോഡ് തുടക്കം കുറിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തുറന്നുള്ളതായ എല്ലാ ചൊവ്വാഴ്ച രാത്രി 9:30 മുതലുള്ള സമയം ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നതിൻ്റെ പ്രാരംഭത്തിലെ എപ്പിസോഡാണല്ലോ. ആകയാൽ ഈ ക്ലാസ്സിലേക്ക് ആഗതരായിരിക്കുന്ന വാച്ച് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുറന്നുള്ള മിനിറ്റുകൾ ഈ ക്ലാസ് ശ്രദ്ധിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം ഇന്ന് ആനുകാലിക മേഖലകളിലെല്ലാം വളരെ പ്രസക്തമായിരിക്കുന്ന, പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം ഭാഗങ്ങളിൽ ശിഷ്യൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നു. എന്തിനധികം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാനിയോഗം അപ്പോസ്തലന്മാർക്ക് കൈമാറുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു എടുത്തു പറയുന്നൊരു ഭാഗം ഇതാണ്. മത്തായിയുടെ സുവിശേഷത്തെ നമ്മളത് വായിക്കുന്നുണ്ട്. 28-ാമത്തെ അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കുകയും. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ശിഷ്യനായി തീരുന്നതിൻ്റെ ആ വലിയ പദവി ഒട്ടും ചെറുതല്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ധാരാളം ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്ത നിലകളിൽ ശിഷ്യത്വം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ശിഷ്യന്മാരായി അവർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ നമ്മൾ മറ്റിത്തരം മേഖലകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അവിടെയും നമുക്ക് ശിഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവി നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, ശിഷ്യൻ എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്ന് അപഗ്രഥിച്ച് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞാൽ ഇംഗ്ലീഷിൽ ആ വാക്കിൽ നമ്മൾ ഡിസൈപ്പിൾ എന്ന് പറയുന്നൊരു വാക്കാണ് കാണാൻ കഴിയും. ഡിസൈപ്പിൾ, അതിന് വിദ്യാർത്ഥി എന്നൊരു അർത്ഥമുണ്ട്. അത് ശിഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ വിദ്യാർത്ഥി എന്നൊരാശയം അതിനകത്തുണ്ട്. ഈ ഡിസൈപ്പിൾ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമ്മളെല്ലാം കേട്ടോണ്ട് അച്ചടക്കം എന്നർത്ഥം വരുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവും. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു ശിഷ്യനെ സംബന്ധിച്ച് അവൻ അച്ചടക്കമുള്ളവനായിരിക്കണം എന്നുള്ളത് ആ വാക്കിൽ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഡിസൈപ്പിൾ എന്ന വാക്കിൻ്റെ, അതായത് ആ ആംഗലേയ വാക്കിൻ്റെ ലാറ്റിൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഡിസൈപ്ലസ് എന്നാണ്. ഡിസൈപ്ലസ് എന്ന് പറഞ്ഞാലും ഒരേ ആശയവും അല്ലെങ്കിൽ ഒരേ അർത്ഥം തന്നെയാണ്. ശിഷ്യൻ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഗ്രീക്കിലേക്ക് നമ്മൾ വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലഭാഷയായിരിക്കുന്ന ഗ്രീക്കിൽ നമ്മൾ ആ ഭാഗം പരിശോധിച്ചാൽ ശിഷ്യന് കൊടുത്തിരിക്കുന്ന വേർഡെന്ന് പറയുന്ന മാത്തിറ്റിസ് എന്നാണ്. മാത്തിറ്റിസ്, മന്താനോ എന്ന് പറയുന്ന ആ ക്രിയാപദത്തിൽ നിന്ന് ഉണ്ടായ ഒരു വാക്കാണ് മാത്തിറ്റിസ്. അതിൻ്റെ നാമരൂപമാണ് മാത്തിറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പഠിതാവെന്നാണ്. അപ്പോൾ നോക്കിക്കേ,
ശിഷ്യൻ, വിദ്യാർത്ഥി, പഠിതാവ് എന്നീ അർത്ഥങ്ങളെല്ലാം വരത്തക്ക നിലയിലാണ് നമ്മൾ ശിഷ്യൻ എന്ന് പറയുന്ന ഈ വാക്കിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് ലളിതമായിട്ട് അതിനൊന്ന് പഠിച്ചാൽ നമുക്കതിനെ ഇങ്ങനെ വേണം സംക്ഷേപിക്കാം. ഗുരുവിൽ നിന്ന് ഉപദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഗുരുവിൽ നിന്ന് കേൾക്കുകയും ഉപദേശം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെയാണ്, അല്ലെങ്കിൽ അത് അനുസരിക്കുകയും ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്? ശിഷ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ഉണ്ട്. അതാരാണ്? ഗുരു. അപ്പോൾ എപ്പോഴും ശിഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, കേൾക്കുമ്പോൾ ഓർത്തോണം, അതിൻ്റെ പിറകിൽ ഒരു ഗുരു ഉണ്ട്, ഒരു മാസ്റ്റർ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുവനെ ശിഷ്യനാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരുവനെ ശിഷ്യനാക്കി മാറ്റുന്നതിൻ്റെ പിൻപിൽ ഗുരുവിനൊരു ഭയങ്കര റോൾ അതിൻ്റെ അകത്തുണ്ട്. ഗുരുവില്ലെങ്കിൽ ഒരിക്കലും ശിഷ്യന്മാരുണ്ടാവുന്നില്ല. അതുപോലെ ശിഷ്യന്മാരില്ലെങ്കിൽ ഒരിക്കലും ഗുരുവായിട്ട് ഇരിക്കാനും കഴിയത്തില്ല. അപ്പോൾ അഭേദ്യമായിരിക്കുന്നൊരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധത്തിലുള്ളത്. ഈ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുരു എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്കാണ്. ഗുരു, അതിൻ്റെ അർത്ഥം ഇരുട്ട് നീക്കുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ പ്രകാശം പരത്തുന്നവൻ. ഗുരു എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ഇരുട്ട് നീക്കുന്നവൻ. സത്യത്തിൽ അതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അജ്ഞനാണ്. പല മേഖലകളിലും അവൻ അജ്ഞനാണ്. ചുരുക്കി പറഞ്ഞാൽ അവൻ ഇരുട്ടിൽ തപ്പിത്തടയുന്നവനാണ്. എന്നാൽ ആധ്യാത്മിക രംഗത്തും അല്ലാത്ത ഇടങ്ങളിലെല്ലാം അവന് പ്രകാശം പരത്തുന്ന, അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഗുരുവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ശിഷ്യന് പല സമയങ്ങളിലും പലതിനെക്കുറിച്ചും അറിയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അർത്ഥാൽ അവൻ ഇരുട്ടിൽ തപ്പിത്തടയുന്നവനാണ്. എന്നാൽ അവനെ ആ സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, അറിവിലേക്ക് കൊണ്ടുവരുവാൻ അവന് വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് യവന ദാർശനികന്മാർക്ക്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ധാരാളം ശിഷ്യന്മാരുണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ യഹൂദ റബ്ബിമാർക്കും ധാരാളം ശിഷ്യന്മാരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിനും ശിഷ്യന്മാരുള്ളതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ ലോകത്തിലെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഒരു ഗുരുവാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ ലോകം കണ്ട മഹാനായ ഗുരു എന്ന് യേശുവിനെ വിശേഷിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. സുവിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള യേശുവിൻ്റെ ബന്ധം എത്ര ധാർമ്മികമായിരിക്കുന്ന ഉപദേശങ്ങളാണ് യേശു ഒരു ഗുരു എന്ന നിലയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരറിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗുരു എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവരെ പഠിപ്പിക്കുമായിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പൊതുവെ ആ അധ്യായങ്ങളെ വിളിക്കുന്നൊരു പേരുണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഈ 3 അധ്യായങ്ങൾ പെടുത്തിയിരിക്കുന്നത്. ആ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലറിയാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ യേശു ഒരു ഗുരുവാണ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവൻ തിരുവായി മുടിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ. ശ്രദ്ധിക്കുക, ഉപദേശിക്കുക എന്നുള്ള വാക്ക് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആ വാക്ക് കൊടുത്തിരിക്കുന്നത്
അവരെ പഠിപ്പിച്ചതെന്നാൽ ടീച്ച് ചെയ്തതെന്നാൽ എന്നാണ്. ടീച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഗുരുവായിരിക്കുന്നിടത്തോളം കാലം ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ഗുരുവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ യേശു ധാരാളം വിഷയങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ പല വിധത്തിലുള്ള ശിഷ്യന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം അതിൻ്റെ 14 വാക്യം ഞാൻ ഇവിടെ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം അതിൻ്റെ 14 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ ശിഷ്യന്മാരാണ്. ഏത് യോഹന്നാനസ്? കർത്താവ് യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന, വഴിയൊരുക്കുവാനും വഴി നിരപ്പാക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചാണ് പറയുന്നത്. യോഹന്നാൻ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ശിഷ്യഗണങ്ങളെ കാണാൻ കഴിയുന്നു. വ്യത്യസ്തരായിരിക്കുന്ന ഗുരുക്കന്മാരാൽ അവർ എന്ത് ചെയ്യാണ്? അഭ്യസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഹന്നാന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 16 വാക്യം നോക്കാം. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 16 വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനുമാകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആരാണ് ഇവിടെ ഇത് പറയുന്നത്? അത് വ്യക്തമാകണമെങ്കിൽ 15 വാക്യം മുതൽ വായിക്കണം. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. തങ്ങളുടെ ശിഷ്യന്മാരെ എന്ന് പറഞ്ഞാൽ പരീശന്മാർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരെ കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്തതായിട്ട് പരീശന്മാർക്കും ശിഷ്യന്മാർ ഉള്ളതായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ചറിയാം, മോശയ്ക്കുമുണ്ട് ശിഷ്യന്മാർ. യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 28 വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 28 വാക്യം ഇപ്രകാരം വായിക്കുകയാണ്. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു കുരുടനായിരിക്കുന്ന മനുഷ്യനെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനോട് പരീശന്മാർ പറഞ്ഞൊരു ഭാഗമായതാണ്. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ നീ യേശുവിൻ്റെ ശിഷ്യനാണ്. പക്ഷെ ഞങ്ങൾ പറയും, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. അത് മോശയുടെ ന്യായപ്രമാണം അതേപടി അനുസരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെന്ന നിലയിൽ പരീശന്മാർ പറയുകയാണ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ വേദപുസ്തകം വരച്ച് കാണിക്കുന്ന നിരവധി ശിഷ്യന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ, അതുപോലെ പരീശന്മാരുടെ ശിഷ്യന്മാർ, മോശയുടെ ശിഷ്യന്മാർ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്. യേശുവിനും ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം അതിൻ്റെ 66 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രസക്തമായിരിക്കുന്ന വാക്യം നമ്മൾ കാണുന്നുണ്ട്. 6 അധ്യായം അതിൻ്റെ 66 വാക്യം ഇങ്ങനെ വായിക്കുന്നു. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? യേശുവിൻ്റെ അനുഗാമികളായി തീർന്ന യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ, അവരും യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. പക്ഷേ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നത്? പലരും യേശു എന്ന ഗുരുവിൽ നിന്ന് അവർ പിൻവാങ്ങിപ്പോയി. അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ അനുയായികളായി സഞ്ചരിച്ച ശിഷ്യന്മാർ അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് കടന്നു വന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു.
ഇനി മറ്റൊരു വിഭാഗ ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസേഫ്. അപ്പോൾ യേശുവിന് രഹസ്യ ശിഷ്യന്മാരും ഉണ്ടായി. അതാരാണ്? അരിമത്യയിലെ യോസേഫ്. ഇനി അപ്പോസ്തലന്മാരെന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല വിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. അടുത്ത 2-ാമത്തെ വാക്യം. 12 അപ്പോസ്തലന്മാരുടെ പേരുകളാവിത്. അപ്പോൾ അപ്പോസ്തലന്മാരെന്ന നിലയിൽ അറിയപ്പെടുന്ന ശിഷ്യന്മാരും യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ രഹസ്യ ശിഷ്യന്മാർ മാത്രമല്ല, യഹൂദന്മാരിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച് കടന്നു വന്ന ശിഷ്യന്മാർ മാത്രമല്ല, 12 അപ്പോസ്തലന്മാരെന്ന പേര് വിളിക്കത്തക്ക നിലയിൽ വേർതിരിക്കപ്പെട്ട ശിഷ്യന്മാർ മാത്രമല്ല, ഇനിയുമുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ഉള്ളവർ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് യേശുവിൽ വിശ്വസിക്കുകയും അവനെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക ഭാഗം ഇതാണ്. യോഹന്നാൻ 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ആരാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യൻ എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്നൊരു ഉത്തരം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്ന് പറഞ്ഞാൽ, വചനത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ വാസ്തവമായും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ഈ നിലനിൽക്കുക എന്നുള്ളതിൻ്റെ അല്പം കൂടെ അനുയോജ്യമായിരിക്കുന്ന ഒരു പരിഭാഷ ഇതാണ്: വചനത്തെ അനുസരിക്കുന്നവർ, വചനത്തെ കീപ്പ് ചെയ്യുന്നവർ, അവർ വാസ്തവമായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുന്നതിൻ്റെ പല യോഗ്യതകളിൽ ഒരു യോഗ്യതയായിട്ട് നമുക്കിതിനെ കാണാം. കാരണം വചനത്തിൽ നിലനിൽക്കുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നുള്ളൂ. വചനത്തിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ വചനം അനുസരിക്കുക, വചനം കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. അല്ലാത്ത ഒരാൾക്ക് പോലും യേശുവിൻ്റെ ശിഷ്യൻ എന്ന പേരിൽ പോകാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ അവനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വാസ്തവമായി യേശുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ വചനം അനുസരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്കറിയാം ജീവിതത്തിൽ അവനത് പ്രകടിപ്പിക്കുന്നു, അല്ലേ? വചനം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇന്ന് ധാരാളം ശിഷ്യന്മാർ എന്ന് പേർ കൊണ്ട് അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ യേശുവിൻ്റെ ശിഷ്യനാണോ ചോദിക്കുമ്പോൾ അതേന്നാ പറയാം. പക്ഷേ വചനം എന്ത് പറയുന്നു? യോഹന്നാൻ 8:11 എന്താ നമ്മൾ കണ്ടത്? 8:31 എന്താ കണ്ടത്? എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ. വചനം അനുസരിക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും യേശുവിൻ്റെ ശിഷ്യനാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ പറയുവാനോ കഴിയുന്നതല്ല. അപ്പോൾ വചനം അംഗീകരിക്കണം, അല്ലെങ്കിൽ വചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കണം ശിഷ്യൻ. ഇനി
അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോൾ യേശുവിന് ശിഷ്യനായി തീരണമെങ്കിൽ നാം വചനത്തിൽ നിലനിൽക്കണമെന്ന് കണ്ടു. എന്നാൽ വചനത്തിൽ നിലനിന്നുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി മുൻപോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടി അവിടെ തീരുന്നില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞില്ല. നമ്മളിലൊരു ഡ്യൂട്ടിയുണ്ട്, നമുക്കൊരു ചുമതലയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അത് വിവരിക്കുന്നുണ്ട്. എന്താണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ ചുമതല എന്ന് പറയുന്നത്? നിങ്ങൾ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളുക. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ വേർഡ് നിങ്ങൾ അടിവരയിടണം. സകല ജാതികളെയും ശിഷ്യരാക്കണം. ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ തുറമാനമായി ചിന്തിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നമ്മുടെ മേലുള്ളതായ ചുമതല എന്ന് പറയുന്നത് നാമും ശിഷ്യരാക്കണം. കൃപയാൽ കർത്താവായ യേശുവിൻ്റെ ശിഷ്യനായി തീരുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് നൽകും, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ കേട്ടതിലൂടെ കാലഘട്ടങ്ങൾക്ക് മുൻപായിരിക്കാം, ചിലപ്പോൾ ചില മാസങ്ങൾക്ക് പിറകിലായിരിക്കാം, എപ്പോഴെങ്കിലും ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യ എന്നൊരു പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യമുണ്ടായി. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടം കൊണ്ട് തൃപ്തി അടയുകയല്ല ചെയ്യുന്നത്, നാമും മറ്റുള്ളവരെ ശിഷ്യരാക്കണമെന്നുള്ളതാണ് ഈ മഹാനിയോഗത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. 11 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ടാണ് യേശു ഈ മഹാനിയോഗം അവർക്ക് കൊടുക്കുന്നത്. അവിടെ എന്നാൽ നമ്മൾ കണ്ടത് സകല ജാതികളെയും ശിഷ്യരാക്കണം. എങ്ങനെയാണ് ശിഷ്യരാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ശിഷ്യരാക്കാൻ കഴിയുന്നത്? ആ ഭാഗം ഒന്നുകൂടെ വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ നമുക്കതിന് ഉത്തരവുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പോൾ ഒരുവനെ ശിഷ്യനാക്കുന്നതിൻ്റെ പിൻപിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ഡ്യൂട്ടി എന്ന് പറയുന്നത്, നാം എങ്ങനെ ശിഷ്യനായോ അതുപോലെ മറ്റൊരുവനെയും നാം നിമിത്തം യേശുവിൻ്റെ ശിഷ്യനാക്കി മാറ്റണമെന്നുള്ള ഒരു കർത്തവ്യമാണ് നമ്മുടെ ചുമലിൽ ഉള്ളത്.